അങ്ങനെ നമ്മുടെ വിവരാവകാശത്തിന് വിവരം വെച്ചു. ഒരുപാട് ആളുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. വിവരാവകാശ കമ്മീഷണർമാർ വട്ടാവുന്നു, ഓഫീസർമാർ വട്ടാവുന്നു, എല്ലാവരും വട്ടാവുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിലെ CCTVയുടെ പരിപാടികൾ വേണം. ഒരു വല്ലാത്ത കെണിയിലാണ് പോലീസ് എന്ന് പെട്ടത്. നമ്മുടെ സുജിത്ത് ഭാഗ്യമുള്ളവനാണ് കേട്ടോ. അവന് മോതിരം കിട്ടി AICCയുടെ. അവിടുത്തെ DCC പ്രസിഡന്റ് വേദിയിൽ വെച്ച് 2 പവൻ്റെ മാല എടുത്തു കൊടുത്തു കല്യാണം എന്ന് പറഞ്ഞു. പിന്നെ കല്യാണത്തിന് ആദ്യം 600 പേരെ തീരുമാനിച്ചപ്പോൾ 3000 പേരെ വിളിക്കുന്നു. പയ്യൻ്റെ സമയം കൊള്ള 4 ഇടി കിട്ടിയെങ്കിലെന്ന്. പക്ഷെ അതല്ല വിഷയം. നമുക്ക് പയ്യൻ ഇടി കിട്ടിയതല്ല വിഷയം. അത് ഒരു പ്രധാന കാര്യമാണ്. നമ്മുടെ വിഷയം അതല്ല. പയ്യൻ ഇടി കിട്ടി വർഗീസും അവിടുത്തെ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിട്ടുള്ള വർഗീസും ഈ സുജിത്തും കൂടി കുന്നംകുളം കേസിൻ്റെമായി ബന്ധപ്പെടുത്തി CCTV 2 വർഷത്തെ കഠിനാധ്വാനവും നിയമയുദ്ധവും വിവരാവകാശ ഉദ്യോഗം നടത്തി 2 വർഷം കൊണ്ട് പുറത്തു കൊണ്ട് വന്നപ്പോഴിതാ ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നു? വിവരാവകാശം വഴി ചോദിക്കുകയാണ്. CCTV ഫുട്ടേജ് വേണം. CCTV പോലീസുകാരന്മാർ വട്ടം കറങ്ങുന്നത് കൊടുക്കാൻ പറ്റുമോ? കൊടുത്തു കഴിഞ്ഞാൽ ഏമാന്മാരുടെ ഇടിമുറി, ഏമാന്മാരുടെ തല്ല്, ഏമാന്മാരുടെ അടവുകൾ എല്ലാം പുറത്തു വരും. അപ്പോൾ എന്തായാലും ഒരു 8ൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CCTVകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ വിഷ്വൽസും ഷോർട്സും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് ആരൊക്കെയാണ്? ഒരു DYSP, ഒരു ചന്ദ്രബാബു, അങ്ങനെ ഒരു പേരുള്ള ഒരാളിപ്പോൾ പെട്ടിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ പെട്ടുകൊണ്ട് വരുന്നു. ഒത്തുതീർപ്പുകൾ വരുന്നു, ചർച്ചകൾ വരുന്നു. ഞങ്ങൾ ഇടിച്ചിട്ടില്ലേ എന്ന് പറയുന്നു, ഇടിച്ചവർക്ക് കാശ് കൊടുക്കുന്നു, പിന്നെ ബിനാമികൾ ഇറങ്ങുന്നു, ജഗപുക. എന്തായാലും ഒരു സുജിത്ത് തുറന്നു വിട്ടത് കുടത്തിലെ ഭൂതത്തെയാണ്. കേരളത്തിലാകെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിട്ടുള്ള വലിയ CCTV ഫുട്ടേജുകളിൽ കാണുന്ന തല്ലിൻ്റെ അടയാളങ്ങൾ തേടി ജനങ്ങളുടെ പ്രവാഹമാണ് വിവരാവകാശത്തിൽ. അപ്പോഴാണ് ഞാൻ അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു, വർക്കല വിജയൻ്റെയും തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള പോലീസ് ക്യാമ്പിലിട്ട് ഇടിച്ച് ചതച്ച് പരുവമാക്കിയ വർക്കല വിജയൻ്റെയും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീരണിയിച്ച രാജൻ്റെയും കക്കയം ക്യാമ്പിലിട്ട് ഉരുട്ടിക്കൊന്ന രാജൻ്റെയും CCTV ഫുട്ടേജുകൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു കിരാതവർഗത്തിൻ്റെ ഭരണവർഗത്തിൻ്റെ ഇടപാടെന്ന് നമുക്കറിയാമായിരുന്നു. അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ തോന്നുന്നു, ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. കാരണം രാജനെ അങ്ങനെയാണ് ഒരു തെറ്റും ചെയ്യാത്തൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ രൂപസാദൃശ്യത്തിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോവുകയും വലിയ തോതിൽ നശിപ്പിക്കുകയും ചെയ്ത് ഇഞ്ചിഞ്ചായി ശരീരത്തെ. കാരണം മുറിവില്ലാതിരുന്നാൽ കോടതിയിൽ പോയാൽ രക്ഷപ്പെടും. അതാണ് അവർ കണ്ടുപിടിച്ച ബുദ്ധിമുട്ട്. എന്നാൽ ഇൻറ്റേർണൽ ചതവ് വരികയും ചെയ്യും, പുറത്ത് മുറിവ് കാണുകയുമില്ല. അപ്പോൾ മെഡിക്കൽ ഡോക്ടറെ കാണിക്കാതെ ഡോക്ടർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഡോക്ടർക്ക് ചെറിയ പൈസയെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് സ്വാധീനിച്ചിട്ട് കോടതി കൊണ്ടുപോയാൽ കോടതിക്ക് അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം പുറത്ത് മുറിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തല്ലി ഓടിക്കാതെ ഇരുമ്പുലൊക്കെ കൊണ്ട് ഉരുട്ടും ശരീരത്തിൻ്റെ, പ്രത്യേകിച്ച് മജ്ജയും മാംസവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഉരുട്ടും. എന്നിട്ട് ഇൻറ്റേർണൽ ഓർഗൻസിനെ കൊല്ലും, ചിഞ്ചിഞ്ചായി കൊല്ലും. അതായിരുന്നു അന്നത്തെ മർദ്ദനമുറ. അന്നൊരു CCTV ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു. അന്ന് വിവരാവകാശവുമില്ല. എന്തായാലും വിവരാവകാശത്തിൻ്റെ എല്ലാ CCTV ഫുട്ടേജുകളും പുറത്തു വരട്ടെ. അങ്ങനെ നമുക്കൊരു പുതിയ പോലീസ് സംസ്കാരം, ഒരു പുതിയ ക്രമസമാധാന സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ചെറിയ കാര്യത്തിന് പോലും എടാ പോടാ വിളിക്കുന്ന, തെറി വിളിക്കുന്ന, വലിയ ധാർഷ്ട്യം കാണിക്കുന്ന കുറച്ച് പേർ ഈ സേനയിലുണ്ട്. അവർ പോയി കഴിയൂ. അതിനുള്ള കാലത്തിൻ്റെ നിയോഗമായി സുജിത്തിൻ്റെ കുന്നംകുളം കേസ് മാറുമെങ്കിൽ അത് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും.